നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വൈഭവ് സൂര്യവംശിയുടെ പൊളിച്ചടുക്കൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തില്ല. ആ കളി എന്തായി? ആ കളി ഇന്ത്യ UAE വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിട്ടുണ്ട്. എമേർജിംഗ് ഏഷ്യ കപ്പ് എന്ന് കഴിഞ്ഞ തവണയൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ടൂർണമെൻറ്റ് ഇപ്പോൾ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ എന്ന പേരിൽ ദോഹയിൽ നടക്കുകയാണ്. അതിൽ ഇന്ത്യ എ ടീമും UAEയുടെ മെയിൻ ടീമും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വൈഭവ് സൂര്യവംശിയുടെ പൊളിച്ചടുക്കൽ 42 പന്തിൽ നിന്ന് 11 ഫോറും 15 സിക്സും അടക്കം പയ്യൻ 144 റൺസാണല്ലോ അടിച്ചിരുന്നത്. അദ്ദേഹത്തെ കൂടാതെ ജിതേഷ് ശർമ്മയുടെ കിടിലൻ ഫിനിഷിംഗ്, ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ 32 പന്തിൽ നിന്ന് 8 ഫോറും 6 സിക്സും അടക്കം 83 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഫലമോ ഇന്ത്യ 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റിന് 297 റൺസാണ് അടിച്ചത്. ഇന്ത്യ എ ടീം. മറുപടി ബാറ്റിങ്ങിൽ UAEയുടെ മെയിൻ ടീം 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 149 റൺസേ അടിച്ചുള്ളൂ. ഇതാ 148 റൺസിൻ്റെ പടുകൂറ്റൻ ജയം ഇന്ത്യ എ ടീം സ്വന്തമാക്കിയിരിക്കുന്നു. വിശദമായിട്ട് കാര്യത്തിലേക്ക് വന്നാൽ, വൈഭവ് സൂര്യവംശിയും പ്രിയാൻ ഷാരിയും ചേർന്നാണ് ഓപ്പൺ ചെയ്ത്. പ്രിയാൻ ഷാരിയ റണ്ണൌട്ടായി. 10 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. വൈഭവ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമാന്തിർ 23 പന്തിൽ നിന്ന് 34. എന്നാൽ വൈഭവോ 42 പന്തുകൾ എന്ന് പറഞ്ഞാൽ 32 പന്തിൽ അവൻ്റെ സെഞ്ചുറി പിറന്നു. പിന്നത്തെ 10 പന്തുകൾ വീണ്ടും അടിച്ച് തകർക്കുകയാണ്. അങ്ങനെ 42 പന്തിൽ 11 ഫോറും 15 സിക്സും അടക്കം 342.85 സ്ട്രൈക്ക് റേറ്റിൽ 144 റൺസ് അടിച്ചിട്ടാണ് അവൻ പിന്നെ ഫറാസുദ്ദീൻ്റെ പന്തിൽ ബൗണ്ടറി ലൈനിൽ ക്യാച്ചായിട്ടും മടങ്ങിയത്. 144 റൺസ്. ജിതേഷ് ശർമ്മ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്തു. 32 പന്തുകൾ 8 ഫോറും 6 സിക്സും അടക്കം 259.37 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 83 റൺസ് അടിച്ച് പുറത്താകുന്നു. നഹാൽ വധേര 14 റൺസ് അടിച്ചപ്പോൾ രമൺദീപ് 8 പന്തിൽ നിന്ന് 6 റൺസാണ് അടിച്ചത്. അങ്ങനെ ഇന്ത്യൻ എ ടീം 20 ഓവർ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റിന് 297 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ അത്ര ഒരു വിജയ സാധ്യതയൊന്നും UAEക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. എങ്കിലും അവർ 147 റൺസിലേക്ക് എത്തുകയുണ്ടായി. 149 റൺസിലേക്ക് എത്തുകയുണ്ടായി 7 വിക്കറ്റ് നഷ്ടത്തിൽ. അവർക്ക് വേണ്ടി ഓപ്പണർ അലിഷാൻ ഷറഫുവിന് മികവ് കാണിക്കാൻ പറ്റിയില്ല. 5 പന്തിൽ നിന്ന് 3 റൺസാണ് അവൻ അടിച്ചത്. അതേസമയം മയങ്ക് കുമാർ 22 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചു. അഹമ്മദ് താരിഖ് ഡക്കായി. ഷോയിബ് ഖാൻ 41 പന്തിൽ നിന്ന് 3 ഫോറും 6 സിക്സും അടക്കം 63 റൺസ് അടിച്ചപ്പോൾ ഹർഷിത് കൗശിക് ഡക്കാവുകയായിരുന്നു. സെയ്ദ് ഹൈദർ 16 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ചു. മുഹമ്മദ് അർഫാൻ 26 പന്തിൽ നിന്ന് 26 റൺസാണ് അടിച്ചത്. അയാൻ അഫ്സൽ ഖാൻ 2 റൺസ് അടിച്ച് പുറത്താകുന്നു. മുഹമ്മദ് ഫറാസുദ്ദീനും 2 റൺസ് അടിച്ച് പുറത്താകുന്നു. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ എ ടീമിന് വേണ്ടി ഗുർജപ്രീത് സിംഗ് മികച്ച ബൗളിംഗ് പ്രകടനമാണ് നടത്തിയത്. 4 ഓവറിൽ 18 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഹർഷ് ഡ്യൂബെ 2 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ യാഷ് താക്കൂർ 4 ഓവറിൽ 22 റൺസിന് 1 വിക്കറ്റ് എടുത്തു. രമൺദീപ് 4 ഓവർ 32 റൺസിന് 1 വിക്കറ്റ് എടുത്തപ്പോൾ സുയാഷ് ശർമ്മ എക്സ്പെൻസീവായി പോയി. 4 ഓവറിൽ അദ്ദേഹം 48 റൺസ് വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല. എന്തായാലും തകർപ്പൻ വിജയമാണ് ഇന്ത്യ എ ടീം ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ എയുടെ അടുത്ത മത്സരം പാകിസ്ഥാൻ എയുമായിട്ടാണ്. ആ മത്സരം ഞായറാഴ്ചയാണ്. നവംബർ 16 ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് ഈ ഒരു മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.